ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഈ ഒരു ക്വിക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് 2 ആഴ്ചകൾക്ക് മുമ്പ് വന്ന ഒരു കോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ കോൾ എന്നെ വിളിച്ചത് ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് പോയൊരു ചേച്ചിയാണ്. ഓസ്ട്രേലിയയിലുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചി ഒരു 16-17 വർഷമായിട്ട് ഇവിടെയുള്ള ചേച്ചിയാണ്. ആ ചേച്ചിയുടെ കസിൻ്റെ മകൾ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഓസ്ട്രേലിയൻ നേഴ്സായിട്ട് വരാനുള്ള മാർഗ്ഗങ്ങളും പാത്വേയൊക്കെ അറിയാൻ വേണ്ടിയാണ് ചേച്ചി വിളിച്ചത്. ചേച്ചി ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ എല്ലാവർക്കും തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഇപ്പോഴത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ്. കാരണം ഇവിടെ ഉള്ളവരാണല്ലോ, ഒരുപാട് വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ബ്രീഫായിട്ട് പറയാം. പണ്ട് 2019 മുമ്പ് ഒരു നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ നാട്ടിലുള്ള ഒരു നേഴ്സും റിക്വയർഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഫോം ഒക്കെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ആപ്രയിലേക്ക് സബ്മിറ്റ് ചെയ്ത് ബ്രിഡ്ജിങ് പ്രോഗ്രാം, ഒരു 3 മാസത്തെ ബ്രിഡ്ജിങ് പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു. പക്ഷേ 2019-2020 ഓസ്ട്രേലിയ ആ ഫുൾ പാത്വേ ചേഞ്ച് ചെയ്തു. അവർ സെൽഫ് ചെക്ക് എന്ന് പറഞ്ഞൊരു മോഡലിലേക്ക് മാറ്റി. ഇനീഷ്യൽ സ്റ്റേജ് അതായത് ഒരു നേഴ്സ്, നാട്ടിലൊരു നേഴ്സിംഗ് ക്വാളിഫിക്കേഷനുള്ളൊരു നേഴ്സിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞൊരു നേഴ്സ് മിനിമം 3 മാസം എക്സ്പീരിയൻസ്, അതായത് 450 hours എന്നാണ് അവർ പറയുന്നത്, ഫോർ 50 hours അത്ര എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, പ്ലസ് IELTS, OET, PT, അങ്ങനെ അതും വേറെ അധികം കുറച്ച് ടെസ്റ്റുകളുണ്ട്. ബേസിക്കലി നമ്മുടെ മലയാളി ചെയ്യുന്ന IELTS, OET, PT ടെസ്റ്റുകളാണ്. IELTSന് 7 വെച്ച്, ലിസണിങ്, റീഡിങ്, സ്പീക്കിങ്ങിന് 7 വെച്ചും റൈറ്റിങ്ങിന് 6.5 ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് അത്രയെങ്കിലും മിനിമം ഉള്ള ആൾക്ക്. പിന്നെ നേഴ്സിംഗ് 3 മാസം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും ഈ IELTS സ്കോർ ഇത്രയും ഉള്ള ഒരാൾ, മിനിമം 2 ഇയർ വാലിഡിറ്റി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി IELTS ഇല്ല എന്നുണ്ടെങ്കിൽ OET B വെച്ച് എല്ലാ മോഡ്യൂളിനും പക്ഷേ റൈറ്റിങ്ങിന് C+ മതി. പിന്നെ PT ആണെങ്കിൽ 66 വെച്ച് ലിസണിങ്, റീഡിങ്, സ്പീക്കിങ്, റൈറ്റിങ്ങിന് 56. പിന്നെ ഒരു ഗുഡ് തിങ് ഈ വർഷം സംഭവിച്ചത്, ഇത് നമുക്ക് ക്ലബ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു വർഷം 12 monthsനുള്ളിൽ ഏതെങ്കിലും 2 സിറ്റിങ്ങിൽ നമുക്ക് ഈ സ്കോർ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കമ്പൈൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ അന്നേരം ഒന്നിന് പോലും മിനിമം റൈറ്റിംഗ് ആണെങ്കിൽ IELTS ആണെങ്കിൽ 6.5 താഴെ പോകരുത്, 6.5 താഴെ പോകരുത്. PT ആണെങ്കിൽ 56 താഴെ പോകണം. അങ്ങനെയൊക്കെ റിക്വയർമെൻറ്റ് അതെല്ലാം അപ്രൈഡ് വെബ്സൈറ്റിലുണ്ട്. ഇങ്ങനെ ഇത്രയും ഉള്ളവർക്ക്, അതാണ് ഒരു ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അത്രയും ഉള്ളവർക്ക് നമുക്ക് സെൽഫ് ചെക്ക്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ആപ്രൊക്കെ ചെയ്യേണ്ടത് ഒരു നാട്ടിൽ നിന്നുള്ളവർ. ഞാനിപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നേഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണ്. ഇന്ത്യയിൽ നിന്ന് നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, അതായത് വിദേശത്തുള്ള, മിഡിൽ ഈസ്റ്റുള്ളവരാവാം, അത് ഇന്ത്യയിൽ തന്നെ ഉള്ളവരാവാം. അപ്പോൾ സെൽഫ് ചെക്കിന് നമ്മൾ ഡോക്യുമെൻറ്റ്സ് വയ്ക്കുക. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം, ഡിഗ്രി ആണെങ്കിലും എക്സ്പീരിയൻസും എല്ലാം ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ബോർഡ് അസസ് ചെയ്യും. അതിനൊരു ഫീസുണ്ട്, $410 ആണ്. അത് അവർ അസസ് ചെയ്തിട്ട് നോർമലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ മിക്കവാറും OBA പാത്വേ എന്ന് പറയുന്ന OBA പാത്വേ, ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്, ആ പാത്വേയിലേക്ക് നമുക്കൊരു ഔട്ട്കം ലെറ്റർ തരും. അപ്പോൾ ഈ ആ OBA ലെറ്ററുള്ള ലെറ്റർ നമുക്ക് ഈ നേഴ്സിംഗ് ബോർഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് MCQ എന്ന് പറഞ്ഞ എക്സാമാണ്. MCQ എന്ന് പറയുന്ന MCQ NCLEX എക്സാമാണ്. NCLEX, അമേരിക്കൻ NCLEX പോലത്തെ എക്സാമാണ്. ആ എക്സാം നമുക്ക് നാട്ടിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ എവിടെ നിന്ന് വേണം നമുക്ക് എഴുതാം. അതിന് നമുക്ക് റഫ്ലി ഒരു $250 ചിലവ് വരും. അത് NCLEXനൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എടുക്കുന്നതിന് വേറെ കാശ്. അത് എക്സാമിനാണ് വൺ ടൈം ഒരു PSN സെൻറ്ററിൽ പോയാണ് നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ഫീസാണ് ഈ $250. അത് കഴിഞ്ഞ് അത് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം വെച്ച് നമുക്ക് ഇവിടെ വന്ന് OSCE എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണം. അത് ഓസ്ട്രേലിയ വന്ന് ചെയ്യേണ്ട എക്സാമാണ്. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $4,000 $4,000. അപ്പോൾ അത് ക്ലിനിക്കൽ സെനാരിയോസൊക്കെ ചെയ്ത് ലാബിൽ നടക്കുന്നൊരു എക്സാമാണ്. ആ പരീക്ഷയാണ് പിന്നെ വരുന്നത്. അത് വൺ ടൈം എക്സാമാണ്. അത് ഒറ്റ സിറ്റിങ്ങിൽ നമ്മൾ പാസ്സായാലും രണ്ടാമത് പൈസ കൊടുത്ത് പിന്നീട് നമ്മൾ ആ ടെസ്റ്റിന് എഴുതണം. പിന്നെ ആ എക്സാം കഴിഞ്ഞ് നമുക്കൊന്ന് ഐദർ ഇവിടെ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോവുക, വിദേശത്ത് പോവുക, ഗൾഫിൽ പോവുക ചെയ്യാം.
അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഈ ഓസ്കി നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിച്ചു പോയി ബാക്കി അതിൻ്റെ ഔട്ട്കം ഓസ്കിയുടെ റിസൾട്ട് വന്നു കഴിയുമ്പം വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടെ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ഫുൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാം. ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ആപ്രയുടെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ അസസ്മെൻറ്റ് മേടിക്കുക. അതിനുശേഷം അസസ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ NCLEX ഓസ്കി MCQ എക്സാം എഴുതുക. അതിനുശേഷം ഓസ്കിക്കായിട്ട് ഇവിടെ വരിക. അപ്പോൾ ഇതിന് മൊത്തം കൂടി നമുക്ക് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഇതിൻ്റെ വിസ കാര്യങ്ങൾ പിന്നെ കുറച്ച് എക്സ്ട്രാ ക്രിമിനൽ ചെക്ക് അങ്ങനെ ഒരുപാട് പേപ്പറുകൾ എക്സ്ട്രായും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ. ഞാനിതൊരു നട്ട്ഷെല്ലിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ടോട്ടൽ വരുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ് ദ മിനിമം ഫീസും എല്ലാം കൂടെ കൂടി ഒരു $5,500 വരും. പിന്നെ ഇങ്ങോട്ട് വരുന്ന വിസ പിന്നെ അക്കോമഡേഷൻ ആ പൈസ കൂടുതലും വരും. ഇപ്പോൾ ഒരു 7,500 ഒരു 7,500 ഒരു 4 lakh to 5 lakh റൗണ്ടിൽ നമുക്ക് കോസ്റ്റ് ഉണ്ട് ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്യുന്നത്. പിന്നെ സമയമാണെങ്കിൽ റഫ്ലി 5 to 8 months അറ്റ്ലീസ്റ്റ് എടുക്കും നോർമൽ ഉള്ളൊരവസ്ഥയിലാണെങ്കിൽ. അപ്പോൾ ഇതാണ് സമയം വരുന്നത്. അപ്പോൾ ഈ 3 മാസമുള്ള ഒരാൾ 3 മാസം എക്സ്പീരിയൻസ് ഉള്ള നാട്ടിൽ മിനിമം ഉള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് പ്രോസസ്സ് തീര് വരുമ്പോഴത്തേക്കും ഒരു 1 year എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ആവും. അതായത് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നാട്ടിൽ. അപ്പോൾ 1 year എക്സ്പീരിയൻസ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്കിവിടെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ വർക്ക് വിസയ്ക്കോ അല്ലെങ്കിൽ PR പോലത്തെ വിസകൾക്കോ ഒക്കെ അപ്ലൈ ചെയ്യാം. അതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻലി വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് BSc നേഴ്സസിനും അപ്ലൈ ചെയ്യാം, GNM നേഴ്സസിനും അപ്ലൈ ചെയ്യാം. പക്ഷേ BSc നേഴ്സസിനെ ഇവർ കൺസിഡർ ചെയ്യുന്നത് ലെവൽ 7 ആയിട്ടാണ്. അവർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എടുക്കും. ആ പാത്വേയിലാണ് അവർ പോകുന്നത്. ജനറൽ നേഴ്സുകാരാണെങ്കിൽ എൻറോൾഡ് നേഴ്സ് പാത്വേ ഡിവിഷൻ 2 എന്ന് പറഞ്ഞ ആ ഒരു പാത്വേയിലേക്കാണ് പോകുന്നത്. അതാണ് നേരിട്ട് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ. NCLEXും ഓസ്കിയൊക്കെ അതിൻ്റെ സക്സസ് റേറ്റ് കുറവാണ്. പാസ്സാവുന്ന റേറ്റൊക്കെ ഇപ്പോൾ ഇച്ചിരി മെച്ചപ്പെട്ടുണ്ടെങ്കിൽ എന്നാലും കുറവാണ്. അപ്പോൾ അങ്ങനെ പിള്ളേരെ പഠിച്ചൊക്കെ എടുത്ത് ഇച്ചിരി ഹാർഡ് വർക്ക് ഇൻവോൾവ് ആണ്. പിന്നെ അതല്ലാണ്ട് വേറെ വരുന്ന മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം ഉണ്ട്, ലീഡിങ് ടു രജിസ്ട്രേഷൻ. പല യൂണിവേഴ്സിറ്റികളും റൺ ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റുഡൻറ്റ് ബേസൊക്കെ വരുന്നവരുണ്ട്. ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവാണ്, എന്നാൽ അതിന് വരുന്നവരുണ്ട്. പിന്നെ GCAN പോലത്തെ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അതൊക്കെ വരുന്ന പിന്നെയും നമ്മൾ ഓസ്കി അതിൽ എക്സ്ട്രാ ചെയ്യണം. അങ്ങനെ വരുന്ന പാത്വേസ് ഉണ്ട്. അതൊക്കെ വേണേൽ പിന്നീട് ഒരു സെഗ്മെൻ്റായിട്ട് പറയാം. ഇപ്പോൾ സ്ട്രെയിറ്റ് രജിസ്ട്രേഷന് ഞാൻ പറഞ്ഞ 5 സ്റ്റെപ്സാണ് ഉള്ളത്. നമ്മൾ ആലോചിച്ച് ട്രാവൽ ചെയ്യുക. പക്ഷേ പൈസ കുറവാണ്. പണ്ടത്തെ മോഡൽ, പണ്ട് നേഴ്സുമാർ വന്നതിനേക്കാളും മോഡലിന് പൈസ കുറവാണ്. പക്ഷേ ഇച്ചിരിയും കൂടി എഫേർട്ട് ഇടണം. പഠിച്ച് എഴുതേണ്ട കാര്യങ്ങളൊക്കെയാണ്. NCLEX ഓസ്കിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം കട്ടിയാണ്. അപ്പോൾ ട്രെയിനിങ്ങൊക്കെ എടുത്ത് ചെയ്യണം. അപ്പോൾ ആ ട്രെയിനിങ്ങിനൊക്കെ എക്സ്ട്രാ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇത് എത്രമാത്രം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആപ്ര നഴ്സിംഗ് ബോർഡ് ഓഫ് ഓസ്ട്രേലിയ അതിൻ്റെ മാനേജ് ചെയ്യുന്ന ആപ്രയുടെ വെബ്സൈറ്റിലുണ്ട്. കോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് സമയം പോലെ അത് നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ തന്നെ ചെന്നൈ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് മേടിച്ചൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ IELTS OET PTയും ഇത് പ്രോസസ്സ് തുടങ്ങുമ്പോൾ വേണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ മാത്രം മതി. ഇല്ലാണ്ടും പ്രോസസ്സ് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തിങ്ക് ആൻഡ് ട്രാവൽ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.